ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണുള്ളത്. നമ്മൾ നിഫ്റ്റി ചാർട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇൻട്രാഡേ നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും പ്രൈസ് ആക്ഷൻ ആണ് ബിയോണ്ട് എനി ഇൻഡിക്കേറ്റർ. പ്രൈസും വോളിയം തമ്മിലുള്ള സൈക്കോളജി മനസ്സിലായാൽ നമുക്ക് ബെസ്റ്റ് റിട്ടേൺ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു ഞാൻ ഓൾറെഡി 2 ദിവസം മുമ്പ് കൊടുത്തത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് വീഡിയോ കൊടുത്തത്. സോ താങ്കൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. താങ്കൾക്ക് തീർച്ചയായും കാണാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വി വിൽ ഹാവ് എ ഡിസ്കഷൻ. പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് ഒരു മണിക്കൂറുണ്ടോ 2 മണിക്കൂറുണ്ടോ പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. കാര്യം മോർ ദാൻ 40 വെറൈറ്റീസ് ഓഫ് പ്രൈസ് ആക്ഷനുള്ള മാർക്കറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഒരു മണിക്കൂർ 2 മണിക്കൂർ നമുക്കൊരു ഡിസ്കഷൻ നടത്തിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുമാത്രം നമ്മുടെ ട്രേഡ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, എന്തുമാത്രം ഇൻസൈറ്റ്സ് തരുന്നു എന്നുള്ള സങ്കല്പത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സൂം സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ അതിൻ്റെ സൂം ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ശ്രദ്ധിക്കണം, മാക്സിമം കപ്പാസിറ്റി 100 പേരേ ഉള്ളൂ. തീർച്ചയായും പങ്കെടുക്കാം. സോ തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് മാർക്കറ്റ് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ. സോ ഇന്നൊരു വളരെ ചെറിയ വീഡിയോ ആണ്. സോ നിഫ്റ്റിയുടെ അനാലിസിസ് ആണ്. ജസ്റ്റ് നമ്മുടെ മുമ്പിൽ നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണുള്ളത്. നോക്കുന്നു, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡെക്ക് വളരെ ബിഗ് ഡെക്കാണല്ലേ. ഈ ഒരു ഡെക്ക് നോക്കൂ, ഈ ഡെക്ക് എന്ന് പറയുന്നത് വളരെ ബിഗ്ഗാണ്. ആ ഡെക്കിൻ്റെ അകത്താണ് കംപ്ലീറ്റ് റെസിസ്റ്റൻസ് സോൺ, സ്ട്രോങ് റെസിസ്റ്റൻസ് സോണാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ എപ്പോൾ കയറിയാലും എന്താ പറയണ്ടേ, സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആണുള്ള സാധ്യത ഉണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് 4 ക്യാൻഡിലും കണ്ടത്. പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ വലിയ ആ ഡെക്കിൽ നിന്നും ആ ഒരു സോണിൽ നിന്നും വലുതായിട്ടൊന്നും താഴെ പോയിട്ടില്ല. താഴെ പോയിരുന്ന സമയത്തൊക്കെ ബയേഴ്സ് അവിടെ സപ്പോർട്ട് ചെയ്യാനുള്ളതെന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളവിടെ ഒരു ഡെയിലി നമ്മളൊരു സപ്പോർട്ട് സോൺ വരച്ചിട്ടാൽ ഈ ഒരു സെയിം സോണിൽ നിന്നാണ് ശരിക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയിലും, അതായത് ബുധൻ, വ്യാഴം, വെള്ളി 3 ട്രേഡിംഗ് ഡേയിലും സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വലിയൊരു ഫാക്ടറാണ്. സോ രണ്ടാമതൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഡെക്കിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കാര്യം, അത്ര പെട്ടെന്ന് ക്രോസ് നടക്കത്തില്ല. ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കയറി കൺസോളിഡേറ്റ് വേണം ബ്രേക്കൗട്ട് കൊടുക്കാനായിട്ട്. അത് എന്തുമാത്രം നടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി നമുക്ക് പ്രവചനങ്ങളൊന്നും തന്നെ ഇല്ല. മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നോ അനുസരിച്ച് നമുക്കും നമ്മുടെ ട്രേഡ്സിനെ നമുക്ക് മാനുവർ ചെയ്യാം. നമുക്കതിൽ കൂടുതലായിട്ട് മാർക്കറ്റിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ പ്രോബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പ്രോബിലിറ്റി അതേപോലെ സക്സസ് ആയി കഴിഞ്ഞാൽ ഫൈൻ വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ ഈ ഒരു സോണിൽ നമുക്കൊരു കൊച്ചു സോണിൽ, അതായത് ഈ ഒരു സോണിൽ ഒരു സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സോണിൻ്റെ റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് അല്പം കൂടെ വേണേൽ സോണിനെ താഴ്ത്തി കിട്ടാൽ 4 ക്യാൻഡിൽ ഈ 1, 2, 3 ഈ 4 ക്യാൻഡിലും റെസിസ്റ്റൻസിനുള്ളിലെ മൈനർ റെസിസ്റ്റൻസിലാണ് ശരിക്കും ഒരു കൺസോളിഡേഷൻ ഒരു കാഴ്ച കാണിക്കുന്നത്. കൺസോളിഡേഷനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കൺസോളിഡേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഇനി ഇവിടെ നിന്ന് വേണം ഒന്നിലെ മുകളിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും താഴെ സപ്പോർട്ട് വന്നിട്ട് വീണ്ടും സപ്പോർട്ട് ചെയ്ത് താഴെ പോകാനായിട്ട്. എങ്ങോട്ട് പോകുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് ഇത് നോർമലി വർക്ക് ചെയ്യുന്നത്. നമുക്ക് വോളിയം ഉണ്ടോ നോക്കാം. എന്താ ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും. ഈ ലെവൽ മുതൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ലെവൽ മുകളിലേക്കുള്ള 4, 8, 10 ഡേയ്സ് ട്രേഡിംഗ് എടുത്താൽ ഗ്രീൻ ക്യാൻഡിൽസിലെ മേളിൽ അപ്പർ വീക്ക് ഉണ്ട്. അത് കാണിക്കുന്നത് സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്തിനെയാണ്. താഴെ ചെറിയ ലോവർ വീക്ക് ഉണ്ട്. അത് ബയേഴ്സിൻ്റെ പ്രസൻസിനെ കാണിക്കുന്നുണ്ട്. ഗ്രീൻ ക്യാൻഡിൽസിൽ വോളിയം കുറവാണ്. കാരണം ആൾക്കാർ വളരെ കോഷ്യസാണ് മേടിക്കുന്ന ആൾക്കാർ. റെഡ് ക്യാൻഡിൽസിൽ കമ്പാരിറ്റീവ്ലി വോളിയം ഉണ്ട്. കാര്യം വെച്ചാൽ ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടുതലാണെന്ന് കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യാൻഡിലിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഇത് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺസോളിഡേഷൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസം വേണ്ട. നമ്മൾ ഈ ഒരു ലെവലിൽ ഒരു സോൺ വരച്ചിടുവാണെങ്കിൽ, റെസിസ്റ്റൻസ് സോൺ വരച്ചിടുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സോണിൽ ടച്ച് ചെയ്താണ് ലാസ്റ്റ് 4 ദിവസത്തെ ക്യാൻഡിൽസിലെ ആദ്യത്തെ 2 ദിവസം, ദാറ്റ് മീൻസ് ട്യൂസ്ഡേ, വെനസ്ഡേ ക്യാൻഡിൽ സോണിൽ ടച്ച് ചെയ്ത് വന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഈ ക്യാൻഡിൽ പോയ ഹൈ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ ക്യാൻഡിൽ ഈ സോണിൻ്റെ സമയത്തേക്ക് വന്നേയിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഇതുണ്ട്. ഈ ഒരു സോണിൽ നമുക്കൊരു 2 ക്യാൻഡിൽ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും ഈ ഒരു സോണിൽ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ
നിങ്ങൾ ഈ ക്യാൻഡിൽ നോക്കിയാലും ഇത് നോക്കിയാലും പ്രൈസ് വോളറ്റാലിറ്റി കോൺട്രാക്ഷനിലേക്ക് കിടക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് വന്നിട്ട് 23,466 ആണെങ്കിൽ ഇതിൻ്റെ ക്ലോസിംഗ് 23,568, സംതിങ് അറൗണ്ട് 100 പോയിൻറ്റ് വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ക്ലോസിംഗ് 23,503, എഗെയിൻ സെയിം റേഞ്ചിൽ. ഇത് 23,582, ഇത് 23,487. നോക്ക് ഈ നാല് ക്യാൻഡിൽസ് നോക്ക്. വേണമെങ്കിൽ ഈ ക്യാൻഡിൽ നിൽക്കെടുക്കാം. 23,390 23,400 ആണ്. സോ കംപ്ലീറ്റ് 23,400 മുതൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോസിംഗ് 23,568, സംതിങ് അറൗണ്ട് 168 പോയിൻ്റ് ഉള്ളിലാണ് ഈ കംപ്ലീറ്റ് ക്യാൻഡിൽസ് 2, 4, 6 ഡേയിലെ കംപ്ലീറ്റ് ക്യാൻഡിൽസ് ക്ലോസ് ചെയ്താൽ മീൻസ് പ്രൈസ് വോളറ്റിലിറ്റി വളരെ സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് വോളറ്റിലിറ്റി. പ്രൈസിനോടൊപ്പം തന്നെ വോളിയത്തിൻ്റെ വോളറ്റിലിറ്റിയും കൂടെ വരുന്നുണ്ട്. രണ്ട് ക്യാൻഡിൽ അത് ഈ 2 ക്യാൻഡിൽ ചേർന്ന് ഒരു ചെറിയ എന്താ പറയുക റെസിസ്റ്റൻസ് സോൺ ഇവിടെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈസ് വോളറ്റിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, വോളിയം വോളറ്റിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷൻ എങ്ങോട്ട് വേണമെങ്കിൽ നടക്കാം. അത് മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴത്തേക്ക് പോകാം. എങ്ങോട്ടാണെന്ന കാര്യത്തിൽ നമുക്ക് മുൻവിധികളൊന്നുമില്ല, പ്രവചനങ്ങളൊന്നുമില്ല. നമ്മൾക്ക് എങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ട്രേഡ്സ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്.